ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെയ്യുന്നത് ഒരു അച്ചാർ റെസിപ്പിയാണ്, വെളുത്തുള്ളി അച്ചാർ. അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു നോൺ സ്റ്റിക്ക് കടായിയോ അതല്ലെങ്കിൽ മൺചട്ടിയോ എടുക്കാം. ഇരുമ്പിൻ്റെയോ അലുമിനിയത്തിൻ്റെയോ പാത്രങ്ങൾ അച്ചാറിനായിട്ട് എടുക്കരുത്. കാരണം നമ്മളതിൽ ചേർക്കുന്ന വിനാഗിരിയിൽ നിന്നുള്ള ആസിഡ് മെറ്റലുമായി പ്രവർത്തിച്ചിട്ട് അച്ചാർ കേടുവരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്തിട്ടും അച്ചാർ തയ്യാറാക്കാം, എങ്കിലും കൂടുതൽ കാലം കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് നല്ലെണ്ണയാണ് കൂടുതൽ നല്ലത്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നിറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ വറ്റൽമുളക് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് 1-2 വറ്റൽമുളക് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഇതിലിപ്പോൾ ചേർത്തിട്ടില്ല. ഇവിടെ ഇപ്പോൾ കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ഇതുപോലെ ചെറുതായി നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 4 പച്ചമുളക് ഇതുപോലെ ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 1-2 മിനിറ്റ് പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളകിന് പകരമായിട്ട് കാന്താരി മുളക് ഉപ്പിലിട്ട് വെച്ചതൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർക്കുകയാണെങ്കിൽ അച്ചാറിന് അത് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ നന്നായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെ ചെറിയ അല്ലികളായതുകൊണ്ടാണ് ഇതുപോലെ നേരിട്ട് ഇട്ട് കൊടുത്തത്. വലിയ അല്ലികളാണെങ്കിൽ 2-3 പീസായിട്ട് മുറിച്ചിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഒന്ന് വഴറ്റി കിട്ടിക്കോളും. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറവുള്ള ഉപ്പ് അവസാനം നമുക്ക് നോക്കിയിട്ട് ചേർക്കാവുന്നതാണ്. ഇനി ഈ വെളുത്തുള്ളി ഒരു മീഡിയം ഫ്ലെയിമിൽ 7-8 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കണം. ഇനി ഇത്രയധികം സമയം വഴറ്റാതെ അച്ചാർ തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ വെളുത്തുള്ളി ആവിയിലൊന്ന് വേവിച്ച് റെഡിയാക്കി വെച്ചിട്ട് ഈ സമയം ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇവിടെ ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളി നന്നായി വഴറ്റി റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒരു 30 സെക്കൻഡ് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നിറച്ച് സാദാ മുളക് പൊടിയും കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ നിറച്ച് കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഫോട്ടോ എടുക്കുമ്പോൾ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ചേർത്തത്. നമ്മൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ സാദാ മുളക് പൊടി എരിവനുസരിച്ചിട്ട് കുറച്ച് കൂടുതൽ ചേർത്താലും മതിയാവും. ഇനി നമുക്ക് മുളക് പൊടി കരിഞ്ഞു പോവാതിരിക്കാനായിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു 30-40 സെക്കൻഡ് മുളക് പൊടിയുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ഗ്ലാസ് വിനാഗിരി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കയ്യിലുള്ള വിനാഗിരിയുടെ പുളി അനുസരിച്ചിട്ടും നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചിട്ടും വിനാഗിരിയുടെ അളവിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ചാറുള്ള അച്ചാറാണ് വേണ്ടതെങ്കിൽ ഈ സമയം 1 ഗ്ലാസ് ചൂടുവെള്ളം ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുറുതാക്കി എടുത്താലും മതിയാവും. ഇവിടെ ഇപ്പോൾ നമ്മുടെ വിനാഗിരി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഈ 2 പൊടികളും നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ ചേർക്കാവുന്നതാണ്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമുക്കിതിലേക്ക് ഒരു ടേസ്റ്റ് ബാലൻസിനായിട്ട് വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയോ അതല്ലെങ്കിൽ ശർക്കരയോ ചേർക്കാവുന്നതാണ്. നമ്മുടെ വെളുത്തുള്ളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് 1-2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നന്നായി ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ള ഒരു ഗ്ലാസ് ബോട്ടിലിട്ടിട്ട് 2 ദിവസം പുറത്ത് വെച്ച് അച്ചാർ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം ഫ്രിഡ്ജിലെടുത്ത് വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ അച്ചാർ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ താല്പര്യമില്ല എങ്കിൽ കുറച്ച് നല്ലെണ്ണ ഒന്ന് ചൂടാക്കിയിട്ട് അതൊന്ന് ചൂടാറി കഴിയുമ്പോൾ അച്ചാറിൻ്റെ മേലോട്ട് ഒഴിച്ചു കൊടുത്താലും മതിയാവും. ഓരോ തവണ അച്ചാറിൻ്റെ ബോട്ടിൽ തുറക്കുമ്പോഴും കൂടുതൽ സമയം തുറന്നു വയ്ക്കാതിരിക്കുക. അതുപോലെ തന്നെ ഉണങ്ങിയ സ്പൂൺ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്താൽ അച്ചാർ കൂടുതൽ കാലം കേടുകൂടാതെ പുറത്ത് തന്നെ സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അതിൽ കാണുന്ന 3 ഓപ്ഷൻസിൽ ആദ്യം കാണുന്ന ഓപ്ഷൻ ഓൾ കൊടുക്കുകയാണെങ്കിൽ ഈ ചാനലിലോട് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം. അതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.